Hi everyone, welcome to English with Jo YouTube channel. Day 29 ഫ്യൂച്ചർ ടെൻസിൽ കൂടുതലായും ഉപയോഗിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. Let's move on to the lesson. Will you help me? എന്നെ സഹായിക്കാമോ? Will you help me? നിങ്ങളെ സഹായിക്കാൻ സന്തോഷമാണ് എന്നാണ് ആൻസർ എങ്കിൽ ഇങ്ങനെ പറയാം. Yes, I would be happy to help you. I would be happy to help you. എന്നാൽ അതിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ ഇങ്ങനെ പറയാം. I am sorry, I won't be able to help you with that. I'm sorry, ക്ഷമിക്കണം. I won't be able to help you with that. ഇതിൽ won't എന്നത് will not എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where will you go after the meeting? മീറ്റിംഗ് കഴിഞ്ഞ ശേഷം എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? I will return to my office. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് മടങ്ങും. I will return to my office. എന്നാൽ ഇതുവരെ പ്ലാനൊന്നുമില്ല, മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തീരുമാനിക്കും എന്നാണ് ആൻസർ എങ്കിൽ ഇങ്ങനെ പറയാം. I don't have any plans yet. I will decide after the meeting. I don't have any plans yet. I will decide after the meeting. Will you wake up early tomorrow? നാളെ നേരത്തെ എഴുന്നേൽക്കുമോ? നാളെ നേരത്തെ എഴുന്നേൽക്കാൻ എനിക്ക് പ്ലാനുണ്ട് എന്നാണെങ്കിൽ as I plan to wake up early tomorrow. എന്നാൽ നാളെ നേരത്തെ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണെങ്കിൽ no, I don't think I will be waking up early tomorrow. No, I don't think I will be waking up early tomorrow. Will you wake up early tomorrow? Yes, I plan to wake up early tomorrow. No, I don't think I will be waking up early tomorrow. Will you be late? നിങ്ങൾ വൈകുമോ? Yes, I will be late. അതെ, ഞാൻ വൈകും. എന്നാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ അവിടെ എത്തും എന്നാണ് ആൻസർ എങ്കിൽ I am on the way. I will be there shortly. I am on the way. I will be there shortly. ഇല്ല, ഞാൻ വൈകില്ല എന്നാണ് പറയുന്നതെങ്കിലോ No, I won't be late. Will you be late? Yes, I will be late. I am on the way. I will be there shortly. No, I won't be late. Moving to the next question. Will you be ready? നീ റെഡി ആകുമോ? Will you be ready? I will be ready on time. ഞാൻ കൃത്യസമയത്ത് റെഡിയാകും. I will be ready on time. എന്നാൽ ഇതുവരെ റെഡി ആയിട്ടില്ല, പക്ഷേ ഞാൻ ഉടനെ റെഡിയാകും എന്നാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം. Not yet, I will be ready soon. Not yet, I will be ready soon. Won't you do that for me? നീ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ? Won't you do that for me? നിനക്ക് വേണ്ടി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഈ സിറ്റുവേഷൻ പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം. I would be happy to do that for you. I would be happy. ഞാൻ സന്തോഷവാനായിരിക്കും. To do that for you. നിനക്ക് വേണ്ടി അത് ചെയ്യുന്നതിൽ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ എനിക്ക് കഴിയില്ല. I am sorry എന്നാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം. I am sorry, I won't be able to do that for you. Won't you pray for me? എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കില്ലേ? Won't you pray for me? തീർച്ചയായും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I will definitely pray for you. I will definitely pray for you. Will you have finished your project by next week? അടുത്ത ആഴ്ചയോടെ നിങ്ങളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കുമോ? By next week. അടുത്ത ആഴ്ചയോടെ. Will you have finished your project? നിങ്ങളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കുമോ? ഉത്തരം പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം. തീർച്ചയായും എൻ്റെ പ്രോജക്റ്റ് അടുത്ത ആഴ്ചയോടെ പൂർത്തിയാക്കും. Definitely, I will be done with the project by next week. Definitely, I will be done with the project by next week. എന്നാൽ ഉറപ്പില്ല,
പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എന്നാണെങ്കിൽ ഐ എം നോട്ട് ഷുവർ, ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഐ എം നോട്ട് ഷുവർ, ഐ സ്റ്റിൽ ഹാവ് ലോട്ട് ഓഫ് വർക്ക് ടു ഡു. Will you have finished your homework by next week? Definitely, I will be done with the project by next week. I am not sure. I still have a lot of work to do. Will he have vacated the room by evening? വൈകുന്നേരത്തോടെ അയാൾ റൂം വെക്കേറ്റ് ചെയ്യുമോ? Will he have vacated the room by evening? ആൻസർ, അയാൾ വൈകുന്നേരത്തോടു കൂടി റൂം വെക്കേറ്റ് ചെയ്യും എന്നാണെങ്കിൽ യെസ്, ഹി വിൽ ഹാവ് വെക്കേറ്റഡ് ദ റൂം ബൈ ഈവനിങ്. എന്നാൽ നെഗറ്റീവ് ആൻസറാണ്, ഇല്ല അയാൾ വെക്കേറ്റ് ചെയ്യില്ല എന്നാണെങ്കിൽ നോ, ഹി വോണ്ട് ഹാവ് വെക്കേറ്റഡ് ദ റൂം ബൈ ഈവനിങ്. വിൽ ഹി ഹാവ് വെക്കേറ്റഡ് ദ റൂം ബൈ ഈവനിങ്? യെസ്, ഹി വിൽ ഹാവ് വെക്കേറ്റഡ് ദ റൂം ബൈ ഈവനിങ്. നോ, ഹി വോണ്ട് ഹാവ് വെക്കേറ്റഡ് ദ റൂം ബൈ ഈവനിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.